അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആദ്യത്തെ പത്തിലാണ് നാം ഏവരും കുടികൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ മാസത്തെ സന്തോഷത്തോടെ വരവേൽക്കുവാനും അള്ളാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്ത് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നമുക്ക് എവർക്കും പരിചയമുള്ള നമ്മെപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ മാസത്തിൽ ഒന്നുകൂടി ഉണർത്തുകയാണ്. മറ്റൊന്നുമല്ല, ഒരു ദിവസം സഹാബ കിറാമത്തിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ സഹാബ, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെയോ? ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. ഈ പ്രാർത്ഥന, അതിൽ 2 കാര്യങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതുമായ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ലോകത്തിന് മുത്താദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുന്നിലിരിക്കുന്ന സഹാബ കിറാമിനോട് ചോദിച്ചപ്പോ സഹാബകൾക്ക് നല്ല അലർത്താൻ, അല്ലയോ റസൂലെ, അങ്ങ് ആ പ്രാർത്ഥന ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഞങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർക്കുകയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ആകാംക്ഷയോടെ അതിലേറെ പ്രതീക്ഷയോടുകൂടി സഹാബ നോക്കി നിൽക്കുമ്പോ ലോകത്തിന് മുതാദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥന ആ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പതിവാക്കേണ്ടുന്ന ആ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുൽ ജന്നത അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുൽ ജന്നത അഊദു ബിക മിനൻ നാർ എന്ന ആ പ്രാർത്ഥന, ഇതിൽ ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ആവശ്യപ്പെട്ട 2 കാര്യങ്ങളും ഉൾപ്പെട്ട ആ പ്രാർത്ഥന നാം ഏവരും എപ്പോഴും പതിവാക്കണമെന്ന് ലോകത്തിലെ മുത്ത് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതിനെ നാം ഏവരും ഉൾക്കൊള്ളുക. അത് നമ്മുടെ ജീവിത യാത്രയിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക എന്ന് തൽക്കാലം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.